അത് സമ്പന്നതയിലേക്ക് നയിക്കുന്ന വിശ്വാസം. हाँ, जैसा हमने अभी सुना कि हमारा जो विश्वास जो है मसीह में, वो विश्वास मसीह में बढ़ना और वो धन के स्वरूप यानी कि संपन्न रीति से विश्वास हमारे अंदर बहुतायत से बढ़ना. നമ്മള് നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ധാരാളമായിട്ട് ഈ വിഷയമാണ് എപ്പോഴും സംസാരിക്കുന്നത്. विश्वास की हम लोग ये विषय में हम लोग ज्यादा अधिकतर करके हम बात करते हैं. എന്നാൽ ഈ വിശ്വാസത്തിന്റെ സമ്പന്നതയിലേക്ക് നമുക്ക് വരാൻ അല്ലെങ്കിൽ വളരാൻ കഴിയുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് നമ്മുടെ മനസ്സ്, അതായത് 2 കൊരിന്ത്യർ അതിന്റെ 11 അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് കൊരിന്ത്യരോട്, കാരണം വിശ്വാസം സംബന്ധിച്ച് ഇവര് വളരെയധികം ഇവരെ നമ്മൾ പൊതുവെ കൊരിന്ത്യരെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവർ വളരെ ജഡീകരാണെന്നും വിശ്വാസത്തിൽ വലിയ സമ്പന്നത ഇല്ലാത്തവരെന്നൊക്കെയാണ് നമുക്ക് പൊതുവെ നമുക്ക് തോന്നുന്നത്. तो हमें इसके लिए विश्वास के विषय में जो एक बात जो जुड़ा हुआ बात है वो हमारा मन. हम लोग जब इसके विषय में 2 कोरिन्थी 11:3 में हम पढ़ते समय में एक बात हम देखते हैं. साधारण रीति से कोरिन्थी कलीसिया के विषय में जब हम पढ़ते समय में हम लोग हमेशा कोरिन्थी कलीसिया को एक बच्चे का अवस्थे में, दूध पीने वाला बच्चे का अवस्थे को हम लोग उनको देखते हैं, जिनमें विश्वास कम है करके. ये सब अवस्था में हम कोरिन्थी कलीसिया को देखते हैं. നമ്മൾ 3 മുതലുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടാണ് കൊരിന്ത്യരെ കുറിച്ച് കിട്ടുന്നത്. പക്ഷെ ആദ്യം പൗലോസ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ 1-ാം അധ്യായം അതിന്റെ 5-ഉം 6-ഉം വാക്യം വായിക്കുമ്പോൾ 1 कोरिन्थराणो 1 കൊരിന്ത്യർ हम लोग 3रा अध्याय से पढ़ते समय में हमें लगता है कि बच्चे हैं करके, लेकिन पहला अध्याय में जब हम एक बात वहां पर हम पढ़ते हैं, അവിടെ വായിക്കുകയാണ്. 5-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 1:5 ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പ്രകൃതി, ക്രിസ്തു ആരാണ്, ക്രിസ്തുവിന്റെ കഴിവ്, ക്രിസ്തുവിന്റെ ആസ്തിത്വം, ക്രിസ്തു എങ്ങനെയുള്ളവനാണ്, ഈ കാര്യങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പൗലോസിലൂടെ പറഞ്ഞ സാക്ഷ്യം അവര് കേട്ട് അവര് വിശ്വസിച്ച് അവർ സകലത്തിനും സമ്പന്നരായി എന്നാണ് വായിക്കുന്നത്. അടുത്ത വാക്യത്തിൽ 6-ാം വാക്യത്തിൽ വായിക്കുന്നത് 5-6 വാക്യങ്ങൾ വായിക്കുകയാണ്. कि मसीह का ये गवाही तुम में पक्की निकली करके वहां पर एक बात हम वहां पर पढ़ते हैं. वहां पर 5 और 6 को हम पढ़ते समय में कि उसमें होकर तुम हर बात में अर्थात सारे वचन और सारे ज्ञान के धनी किए गए. तो वो लोग क्या हो गए, उस गवाह, उनके अंदर एक गवाह है जो उनके अंदर पक्का हुआ. उस पक्का होने के वजह से क्या हो गया, वो लोग सारा वचन और सारे ज्ञान में वो लोग धनी हो गए. ये था कोरिन्थ कलीसिया का अवस्था. അവരെ കുറിച്ച് പറയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ സമ്പന്നരായി തീർന്നു. എന്താണ് ക്രിസ്തു എന്ന വ്യക്തിത്വത്തെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ. 1.5 വർഷമാണ് കൊരിന്ത്യരിൽ പൗലോസ് ഉണ്ടായിരുന്നത്. ഈ 1.5 വർഷത്തെ ശുശ്രൂഷയിൽ കൊരിന്ത്യർക്ക് ക്രിസ്തു എന്ന അപ്രമാദ ധനം അവരുടെ ഹൃദയങ്ങളിൽ വരച്ചു കാണിച്ചു. तो पौलुस जब कोरिन्थ कलीसिया में रहते समय में वो लगभग 1.5 साल वहां पर कोरिन्थ कलीसिया में उनके साथ था और उधर सेवा किया. और इस 1.5 साल में उनके साथ सेवा करते, काम करते, उनको वचन बांटते समय में क्या हो गया था, मसीह का सारा गवाह और वचन और ज्ञान उनको दे दिया था, जिसके वजह से वो लोग मसीह के विषय में वो लोग पक्के हो गए थे. അപ്പൊ 4-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തില് പ്രത്യേകിച്ച് പൗലോസ് പറയുകയാണ്, ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. और वाक्य 4 में वो कहता है कि इस विषय में मैं परमेश्वर को मैं सदा में धन्यवाद करता हूँ. കാര്യം എന്താണ്? क्या कारण है? ഈ സഭയിൽ ദൈവത്തിന്റെ പുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ആഴങ്ങൾ ദൈവത്തിന്റെ ദാസൻ അവിടെ വ്യക്തമായിട്ട് അവന്റെ 2-ാം അധ്യായത്തിന്റെ അതിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ വരുമ്പോൾ, നിങ്ങളുടെ ഇടയിൽ ഞാൻ ഇരുന്നപ്പോൾ 1 കൊരിന്ത്യർ 2:2 വായിക്കുകയാണ്, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെയും വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്തലത്രേ ആയിരുന്നത്. तो इसके लिए उसका 2रा अध्याय 2 से 5 तक पढ़ेंगे. पहला कोरिन्थी 2रा अध्याय 2 से 5. क्योंकि मैंने यह ठान लिया था कि तुम्हारे बीच यीशु मसीह वरन क्रूस पर चढ़ाए हुए मसीह को छोड़ और किसी बात को न जानूं. मैं निर्बलता और भय के साथ और बहुत थरथराता हुआ तुम्हारे साथ रहा, और मेरे वचन और मेरे प्रचार में ज्ञान की लुभाने वाली बातें नहीं, परंतु आत्मा और सामर्थ का प्रमाण था.
इसलिए कि तुम्हारा विश्वास मनुष्यों के ज्ञान पर नहीं परंतु परमेश्वर की सामर्थ पर निर्भर हो. ഓക്കെ, അപ്പം പരിശുദ്ധാത്മാവിന് ശക്തിയില് ദൈവപുത്രനെ കുറിച്ചുള്ള സാക്ഷ്യം ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറഞ്ഞപ്പോൾ അത് ആ സാക്ഷ്യം കേട്ടിട്ട് അത് നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നു. അതാണ് നമ്മൾ 1:5 വാക്യത്തിൽ വായിച്ചത്, 1:5. तो वो അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? पौलुस ने आत्मा के सामर्थ्य से भरकर प्रभु यीशु मसीह के बारे में जो उनको गवाही उनके बारे में दिया था, वो गवाही का जो ज्ञान था वो कोरिन्थियों कलीसिया में भरकर था, जिसकी वजह से वो पहला कोरिन्थियों 1:5 में हमने पढ़ा कि वो बात तुम्हें पक्की हो चुकी है करके वाक्य 6 में हम पढ़ते हैं. അങ്ങനെ അവരെന്തായി തീർന്നു? സകലത്തിലും സമ്പന്നന്മാരായി തീർന്നു. जिसकी वजह से क्या हो गया, सब बात पे वो लोग धनी हो गए. കാരണം ഈ കൊരിന്ത്യർ എങ്ങനെയുള്ളവരാണ്? क्योंकि वो लोग कोरिन्थ किस प्रकार के कलीसिया है. നമ്മളതിന്റെ 21-26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവര് ഏറ്റവും നികൃഷ്ടരാണ്, ബലഹീനരാണ്, എന്ന് പറഞ്ഞാൽ എല്ലാ നിലയിലും വളരെ താഴ്ത്തപ്പെട്ട സ്ഥിതിയിലുള്ളവരായിരുന്നു കൊരിന്ത്യർ. क्योंकि हम लोग उसका 26 हम पढ़ते समय में एकदम नीच थे, एकदम तुच्छ जानने वाले कोरिन्थ कलीसिया. वो लोग इतने संसार के इतने ठुकराए हुए लोग थे जो प्रभु ने उनको चुना था. इस तरह का खास लोग था कोरिन्थ कलीसिया. അവരെ ഏറ്റവും സമ്പന്നരാക്കാനുള്ള ക്രിസ്തുവിന്റെ വചനവും പരിജ്ഞാനവും ദൈവത്തിന്റെ ആത്മാവിനാൽ കൊരിന്ത്യർക്ക് നൽകപ്പെട്ടു. और उनको प्रभु का वचन के द्वारा मसीह में धनी बना सके, इस रीति का वचन उनको मिला. എന്നാൽ പൗലോസ് പറഞ്ഞ വചനത്തിനും ഐശ്വര്യത്തിനും സംബന്ധിച്ച് കൊരിന്ത്യര് അനുഗ്രഹിക്കപ്പെട്ടില്ല എന്നാണ് നമ്മൾ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്. लेकिन पौलुस ने जिस रीति से उनको वचन बांटा, जितना और जो वचन उनको मिला, उस वचन जो पहुंचा और मिला हुआ वचन का आशीष पर वो लोग पहुंचे नहीं करके 3रा अध्याय का पहला वाक्य में हम पढ़ते हैं. എന്നാൽ സഹോദരന്മാരെ, അപ്പൊ 1-2 വാക്യങ്ങൾ 1-2 അധ്യായങ്ങളിൽ ഈ സമൃദ്ധമായ ധനത്തിന്റെ വിശ്വാസത്തിന്റെ മഹത്വം വെളിപ്പെടുത്തിയതിനു ശേഷം പൗലോസ് പറയുകയാണ്, നിങ്ങൾ കേട്ടതിനനുസരിച്ച് നിങ്ങൾ അത് അപ്രീഷിയേറ്റ് ചെയ്ത് ഹൃദയത്തിൽ സ്വീകരിച്ച് അത് എൻജോയ് ചെയ്യുന്ന കാര്യം സംബന്ധിച്ച് നിങ്ങൾ ഇന്നും ശിശുക്കളാണ്. तो पहला और दूसरा वाक्य में मसीह का असीम धन के बारे में और जो आनंद के बारे में, जो मसीह में मिलने वाला जो असीम धन का वो भंडारता का बारे में, वो जो 1 और 2 में जो बोला हुआ बात, बाकी 3 का 1 अध्याय 3 का 1 में आते समय में कहता है कि तुम लोग को वो बात समझने के लिए, ग्रहण करने के लिए हो नहीं पा रहे क्योंकि तुम लोग अभी भी बच्चे हो. അപ്പൊ അതിന്റെ കാര്യം എന്താണ്? उसका कारण क्या है? അതിന്റെ കാര്യം നമുക്ക് 11-ാം അധ്യായം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അതിന് 11-4 മുതലുള്ള വാക്യങ്ങൾ. उसका 2 कोरिन्थियों 11:4 में हम पढ़ते हैं. उसका कारण को हम देखते हैं. അതായത് ഈ ക്രിസ്തുവിന്റെ അമൂല്യമായ ധനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുത്തൻ വന്ന്, അതിന്റെ 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുകയാണ്, तो मसीह का इस असीम धन के बारे में उन लोग में बढ़ोतरी पाना है तो उसके विषय में सबसे पहले उन लोग जानना है, कोई अगर तुम्हारे बीच में आएगा, जो हम 2 कोरिन्थियों 11:4 में हम पढ़ते हैं, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾക്ക് കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അതിന്റെ അർത്ഥം എന്താണ്? പൗലോസ് പറഞ്ഞതിന് വിരുദ്ധമായ ഒരു ഫോഷ്കന്റെ സുവിശേഷം സത്യമാണെന്ന് ഇവർ വിശ്വസിച്ചു. ഇത് ഭൂമിയോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങളാണ് ഇവര് വിശ്വസിക്കാൻ ഇടയായി തീർന്നത്. तो जिसके वजह से क्या हो गया, उनके बीच में एक ऐसा आया जिसने एक दूसरा यीशु के बारे में प्रचार किया, जिन्होंने पौलुस ने या प्रेरित लोगों ने नहीं प्रचार किया था. एक दूसरा आत्मा उनको मिला जो पहला उनको नहीं मिला था, और एक दूसरा अन्य सुसमाचार उनको दिया गया था जो उन लोग पहला नहीं माना था. जिसकी वजह से क्या हो गया है कि उन लोगों ने जो पहला मिला हुआ वचनों को, जो सच्चा वचन था, उससे वो लोग हटकर एक अन्य उपदेश में वो लोग चले गए. यानी कि ऐसा संसार की बातें जो प्रभु से दूर था, और फिर कोरिन्थ कलीसिया का अवस्था ऐसा गिरा हुआ अवस्था हो गया. അപ്പൊ അവിടെ അതിന്റെ 11-ന്റെ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, उसी 11 का 13 वाक्य में हम पढ़ते हैं, ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. ഇത് ആശ്ചര്യമില്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷയുടെ വേഷം ധരിക്കുന്നതിൽ ആശ്ചര്യവുമില്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്കൊത്തതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ ആശയം, നമ്മളെ ക്രിസ്തുവിൽ നിന്നും, ക്രിസ്തുവിന്റെ ഏകാഗ്രതയിൽ നിന്നും തിരിക്കുന്ന ഏത് വചനവും ഏത് ഉപദേശവും നമ്മളെ
ആത്മീയമായിട്ട് നമ്മളെ വിശ്വാസത്തിൽ സമ്പന്നരാക്കില്ല. 13 से 15 पढ़ेंगे, दूसरा कोरिन्थी 11 13 से 15। क्योंकि ऐसे लोग झूठे प्रेरित और छल से काम करने वाले और मसीह के प्रेरितों का रूप धरने वाले हैं। यह कुछ अचंभे की बात नहीं, क्योंकि शैतान आप भी ज्योतिर्मय स्वर्गदूत का रूप धारण करता है। इसलिए यदि उसके सेवक भी धर्म के सेवकों सा रूप धरे तो कोई बड़ी बात नहीं, परंतु उनका अंत उनके कामों के अनुसार होगा। हाँ, तो ये कहने का विषय मैं बताना चाहता हूँ कि मसीह छोड़कर कोई भी उपदेश, मसीह छोड़कर वो खरा उपदेश में अगर कोई भी बना नहीं रहेगा, वो परमेश्वर के नजर में वो सच्चा धनी नहीं है, वो सच्चा आत्मिक जन नहीं है। അതായത് 11-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുകയാണ്, 11 का 3 में हम पढ़ते हैं, നിങ്ങളുടെ മനസ്സ് तुम्हारा मन को ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. അപ്പം നമ്മൾ ഒരുപക്ഷെ സുവിശേഷം കേൾക്കുമ്പോൾ വചനം ധ്യാനിക്കുന്നത് എന്താണ്? ഇവിടെ ക്രിസ്തു എന്നെ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കുന്ന വിഷയമാണ്. നമുക്ക് അതിലാണ് നമ്മൾ സമ്പന്നന്മാരാകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ സ്വയം വഞ്ചിക്കപ്പെടുകയാണ്. കാരണം നമ്മൾ ഒരിക്കലും ആ നിലയിൽ വിശ്വാസത്തിൽ സമ്പന്നരാകുകയല്ല. വിശ്വാസത്തിൽ സമ്പന്നരാകുക എന്ന് പറഞ്ഞാൽ ഇവിടെ സമ്പന്നരാകുന്നതിനെ കുറിച്ചല്ല. നമ്മുടെ ഈ ഭൂമുഖത്ത് നമ്മൾ ഈ ജീവിക്കുന്ന മരണം വരെയും ആ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ അതിന്റെ സമ്പന്നത നിത്യതയിൽ നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് അതിന്റെ സമ്പത്തിന്റെ വെളിപ്പെടൽ ഉണ്ടാകുന്നത്. तो वहां पर पौलुस क्या किस बात पर डर गया था? जो पौलुस यहाँ पर कहता है कि तुम्हारा मन जो है, जो मसीह की ओर जो सीधाई की था में रहना चाहिए था, उसमें वो ना रहे। तो वहां पर वो कहना क्या चाहता है? यहाँ पर वचन पढ़कर ऐसा क्या लगता है हमें? अगर हमें धनवान होना है, धनी होना है, मसीह में धनी होना है बोला, तो वो भूमि के बाद का धन के विषय में कुछ भी लेना देना नहीं है। क्योंकि हमें इस दुनिया में वचन, मसीह के वचन में आधारित होते समय में, हम जब मसीह में विश्वास करते समय में, मसीह में हम धनवान है करके बोलते समय में, वो इस दुनिया में होने वाली बात नहीं है। जो इधर की, जो उस समय के झूठे प्रेरित लोगों ने और भविष्यवक्ता लोगों ने आकर उनको झूठा उपदेश देकर उनको बहकाया था, लेकिन वो वैसा नहीं है। बल्कि विश्वासी लोग का जो धन जो बढ़ता है वो स्वर्ग में है। और वो कब मालूम पड़ेगा? जब ये दुनिया जब हम छोड़कर जाने के बाद, तब हमें वो धन को देखने को मिलेगा। അപ്പോൾ പൗലോസ് പ്രസംഗിച്ച വചനം ക്രിസ്തു എങ്ങനെയുള്ളവനാണ്, ക്രിസ്തുവിന്റെ മഹത്വം, ക്രിസ്തുവിന്റെ ധനം, ക്രിസ്തുവിന്റെ ഹൃദയ വിചാരങ്ങള്, അവന്റെ മനുഷ്യത്വത്തോടുള്ള ബന്ധത്തിലുള്ള അവന്റെ സ്വഭാവ സൗന്ദര്യം, ഇങ്ങനെ ഒരു ആകർഷണീയമായ വ്യക്തിത്വം ക്രിസ്തുവിനെ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഫലിക്കുന്ന രീതിയിൽ ക്രിസ്തു മഹോന്നതനായി വെളിപ്പെടുന്നതിന് പകരം ഈ ക്രിസ്തു എന്നെ ഭൂമിയിൽ, ഞാൻ എന്തോ വിഷയമായി തീരാൻ ദൈവം എന്നെ ഭൂമിയിൽ അനുഗ്രഹിക്കുന്നു എന്നുള്ള നിലയിൽ ക്രിസ്തുവിൽ നിന്നും ഏകാഗ്രത വിടുന്നു. പക്ഷെങ്കിൽ വചനമുണ്ട്, ഉപദേശപ്പെശകില്ല, നല്ല രീതിയിലാണ് ജീവിതം പോകുന്നത്. അപ്പോഴും അവൻ സ്വയം വഞ്ചിക്കപ്പെടുകയാണ്. കാരണം അവൻ ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലുള്ള സമ്പത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. കാരണം ദൈവം പറഞ്ഞ സത്യം ഓരോ ദിവസവും വിശ്വസിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് നാം അതിൽ സന്തോഷിക്കണം. ഞാൻ ക്രിസ്തുവിൽ സമ്പന്നനാണ്, ക്രിസ്തുവിൽ എനിക്ക് പാപമോചനമുണ്ട്, ക്രിസ്തുവിൽ എനിക്ക് നിത്യതയുണ്ട്, ക്രിസ്തുവിൽ എനിക്ക് എല്ലാം ഉണ്ടെന്ന് ക്രിസ്തുവിൽ എണ്ണി എണ്ണി പറയുന്ന കാര്യമാണ്. അല്ലാതെ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയപ്പെട്ട ചില കാര്യങ്ങളാണ് എന്നെ സമ്പന്നനാക്കുന്നത് എന്ന് ഒരുവൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന വിഷയങ്ങളാണ് എന്നെ സമ്പന്നനാക്കുന്നത് എങ്കിൽ അവൻ കേട്ട വചനത്തിൽ അവൻ വഞ്ചിക്കപ്പെട്ടു. കാരണം അവൻ സത്യവചനമല്ല അവനെ സമ്പന്നനാക്കുന്നത്, ഭോഷ്കിന്റെ വചനമാണ്. तो पौलुस जब बात करते समय में वो मसीह के बारे में कहा था, मसीह का मूल्यता को दिया, मसीह को मूल्य बनाकर, मसीह को केंद्र बनाकर था उसका प्रचार। मसीह कितना महान है, मसीह किस तरह स्वर्गीय है, आत्मिक है, सच्चा है, ये मसीह का खूबसूरती के बारे में मसीह का वर्णन वो करते आ रहा था। उसमें है वो है सच्चा सुसमाचार। लेकिन आज लोग वचन को लेकर, इस वचन में दुनिया में रहते समय में कैसा हम धनी होना है, दुनिया में कैसा काबिल होना है, ये ना वचन लेकर हम लोग करते हैं। जिसके वजह से क्या होता है, एक अन्य सुसमाचार रहता है, एक अन्य वचन रहता है, एक अन्य आत्मा से वो होता है। तो बाहरी रूप से देखा जाए तो क्या होगा, उसको कलीसिया में कोई तकलीफ नहीं है, कोई भी वेदना नहीं है, एकदम सुकून का जिंदगी, आराम का जिंदगी हो रहा है। लेकिन वास्तव में क्या हो रहा है, मसीह के साथ का उसका कोई रिश्ता नाता उसका बढ़ नहीं रहा, क्योंकि उसने मसीह का अवस्था, मसीह में वो नहीं बढ़ रहा। അപ്പം ദൈവത്തെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള സത്യവചനം നമ്മള് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ വായിച്ച് സകലത്തിൽ നിങ്ങൾ സമരരായി തീർന്നു എന്ന് പറഞ്ഞ അർത്ഥം, അതിനുള്ള പോഷണം ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തു. പക്ഷെ കൊരിന്ത്യർ അത് ഓരോ ദിവസവും ഹൃദയത്തിൽ സ്വീകരിച്ച് അതിന്റെ പങ്കാളിത്തം അനുഭവിച്ച് വിശ്വാസത്താൽ അനുഭവിക്കണമായിരുന്നു. तो कोरिन्थ कलीसिया में उनको जो मसीह के विषय में जो धन्यवान होकर उनको जो आशीष था, संपत्ति था,
जो अनुग्रह की बातें था, जो हमने पहला कोरिन्थियों का पहला अध्याय का 5 और 6 में हम पढ़ते समय में, वो लोगों को सब बातें वचन तो उनको मिला था, लेकिन वो लोग बढ़ोतरी नहीं पाए उस विषय में, उन लोग को विश्वास करके आगे नहीं बढ़े वो लोग। എന്നാൽ ഒരുത്തൻ വന്ന് വേറൊരു മശിഹ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ ഇവിടെയാണ് നമ്മളെ സാത്താൻ ഒരു യഥാർത്ഥ വിശ്വാസിയെ വഞ്ചിക്കുന്നത്. എങ്ങനെയാണെന്നറിയാമോ? അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തില് നമുക്ക് ആദാവൂമാരോട് ദൈവം പറയുകയാണ് നിങ്ങൾ മരിക്കും. പക്ഷെങ്കിൽ സാത്താൻ ഒരു സദ്വർത്തമാനമായിട്ട് 3-ാം അധ്യായത്തിൽ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും മരിക്കത്തില്ല. तो इधर है यहाँ पर विषय, देखो उधर क्या हो गया। तो ऐसा कोरिन्थ कलीसिया को जब ऐसा सच्चा वचन मिलते समय में किसी और ने आकर उधर क्या किया, दूसरा यीशु के बारे में दूसरा सुसमाचार उनको देकर उनको बहकाया। यही बात हम उत्पत्ति का पुस्तक में भी देखते हैं ना, जब परमेश्वर ने कहा कि जिस दिन तुम लोग फल खाओगे, ये फल नहीं खाना, उस जिस दिन खाओगे मर जाओगे करके ऐसा बोलते समय में किसी और ने आकर उनको एक दूसरा सुसमाचार दिया। वो भी खुशखबरी लेकर आया था शैतान। वो क्या कहता है, तुम लोग जिस दिन ये फल खाओगे तुम लोग नहीं मरोगे करके। ഏദൻ തോട്ടത്തിൽ ഉണ്ടായ സദ്വർത്തമാനം എന്താണ്? आदन वाटिका में मिला हुआ खुशखबरी कौन सा था? ആദാം ഹവ്വായെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മരിക്കയില്ല. आदम और हव्वा को जो सुसमाचार मिला था वो क्या था कि तुम लोग खाओगे तो तुम लोग नहीं मरोगे। പക്ഷെ അത് ദൈവമല്ല പറഞ്ഞത്. लेकिन ये वो सुसमाचार परमेश्वर ने नहीं कहा। പക്ഷെ ആരാണ് പറഞ്ഞത്? അതേ തന്ത്രമാണ് നമ്മളെ 11-ാം അധ്യായത്തിലെ 2 കോരിന്ത്യർ 11-ാം അധ്യായത്തിൽ വായിക്കുന്നത്. वही तो जिस तरह आदम और हव्वा को बताया हुआ बात, वही तंत्र, वही चतुराई से हम वहां पर देखते हैं। दूसरा कोरिन्थ 11 में भी हम वही पढ़ते हैं कि किसी और आएगा, कोई और यीशु आकर तुमको प्रभु का जो वचन के सच्चाई की विरुद्ध बात बताएगा। ഇവിടെ ദൈവത്തെ നിങ്ങൾ ദൈവത്തെ വിട്ടിട്ട് നിങ്ങൾ ദൈവമാകുന്ന കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ദൈവങ്ങളായി തീരുന്ന ഒരു നിലയിലേക്കുള്ള ഒരു സുവിശേഷം കേൾക്കുന്നതാണ് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകുന്ന സുവിശേഷം. तो मतलब क्या है कि वो ये दूसरा यीशु आकर क्या बता रहा है कि तुम लोग परमेश्वर को छोड़ दो, परमेश्वर के ऊपर आश्रय छोड़ दो और तुम लोग परमेश्वर बन जाओ, तुम लोग खुद देव बन जाओ और अपना जिंदगी तुम लोग खुशहाल से जियो करके इस तरह का एक झूठा उपदेश उनको देने लगा। നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, क्योंकि तुम लोग मरोगे नहीं, तुम लोग सच्ची में नहीं मरोगे। അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സദ്വർത്തമാനമാണ്. तो आदम और हव्वा जब ये बात सुना उनके लिए सुसमाचार था। ഇതുപോലെയാണ് മശിഹയെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിൽ ഇവര് ആരും ശിശുക്കളാണ്, ഇവര് ആത്മീയമായി വളർന്നില്ല, അവർക്ക് അപ്പോൾ ഒരു സദ്വർത്തമാനമാണ് മറ്റൊരു യേശു. तो उसी तरह रीति से कोरिन्थ कलीसिया में मसीह के बारे में सारा पूर्णता का वो ज्ञान और सत्य की बातें, वो सब बातें आनंद से उनको बताया था। लेकिन उन लोग अभी भी शिशु थे, उन लोग में बचपना बहुत थी। ऐसा समय में क्या हो गया, उनको एक दूसरा सुसमाचार उनको मिला, एक दूसरा यीशु के बारे में एक दूसरा आत्मा से भरा हुआ वचन उनको मिला। അപ്പൊ സുവിശേഷത്തിന്റെ കാതലായ കാര്യം ഞാനല്ല ക്രിസ്തു അത്രേ എന്നുള്ള ക്രിസ്തുവിനെ വിശ്വസിക്കുക, എന്നെ വിശ്വസിക്കുക എന്നുള്ളതല്ല. ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നത് വഞ്ചനയാണ്. अभी सुसमाचार का खासियत क्या है, उसका मूल बात क्या है कि उस सुसमाचार में सबसे बड़ा बात क्या लिखा है, सच्चा जो बात हम मानते हैं वो उसका वो सुसमाचार का कार्य करने की वजह से क्या होता है कि मैं नहीं, मसीह सब कुछ है, मेरा कुछ भी नहीं है, मसीह है करके ये है सच्चा सुसमाचार का आधार का कार्य। അപ്പം കർത്താവായ യേശുക്രിസ്തു ആരാണെന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലേക്ക് തെളിഞ്ഞു വരുമ്പോൾ ഈ സമ്പത്തിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഈ സമ്പത്തിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരും. तो मसीह सुसमाचार के द्वारा मसीह कौन है करके हमें समझ में आने लगेगा, तो मसीह का धन हमको और भी स्पष्ट रीति से दिखने को मिलेगा। ക്രിസ്തുവിന്റെ ധനം എന്ന് പറയുന്നത് കാരണം യേശുവിന്റെ ധനം എല്ലാ കാലം എന്നേക്കുള്ളതാണ്. मसीह का धन बोला तो हर समय के लिए, युगानुयुग के लिए है। നമ്മളവിടെ എഫേസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ एफेसों का पुस्तक 2 अध्याय में हम पढ़ते हैं, അതിന്റെ 2-ന്റെ 4-ാം വാക്യം एफेसो 2:4 അവിടെ വായിക്കുക. കരുണാസമ്പന്നനായ ദൈവം എന്ന് പറയുമ്പോൾ ദൈവം കരുണയിൽ സമ്പന്നനാണ്. हाँ, परंतु परमेश्वर ने जो दया का धनी है, यानी कि हमारा प्रभु वो दया में बहुत धनी है। അപ്പൊ ഇങ്ങനെയുള്ള ദൈവിക മൂല്യങ്ങളിലുള്ള ധനം ഉന്നതനാകുന്നതിന് പകരം ഭൂമിയിലുള്ള നശിച്ചു പോകുന്ന ഭൗമിക വസ്തുക്കളിൽ ധനികനായി തീരുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അനേകർ വഞ്ചിക്കപ്പെടുകയാണ്. ഇവിടെ ദൈവം യേശുക്രിസ്തുവിന്റെ മൂല്യത, ധാർമ്മിക മൂല്യത, അവൻ പറഞ്ഞിരിക്കുന്ന അവനിലെ അവന്റെ സ്നേഹം, അവന്റെ ദയ, അവന്റെ പരോപകാരം, അവനിലുള്ള പരിശുദ്ധാത്മാവിലുള്ള ഫലങ്ങൾ, അതിൽ സമ്പന്നരാകാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്.
तो परमेश्वर ने हमें किस बात के लिए बुलाया? परमेश्वर किस बात में धनी है? देखो, वो स्वर्गीय बातों में धनी है, वो दया में, वो आत्मा का फल में, वो प्रेम में, ये सब बातों में वो धनी है ये परमेश्वर। और हमें इस बात के लिए हमें बुलाया है ताकि मसीह के इस विशेष गुण में जो आत्मिक है, स्वर्गीय है, इस गुणों में हमें संपन्न होने के लिए, धनी होने के लिए प्रभु ने हमको बुलाया है। संसार की बातों में नहीं, जो नाश होता है, जो सड़ जाएगा, जो ज्यादा समय टिक नहीं सकते, उन बातों में नहीं, बल्कि सदा रहने वाला जो स्वर्गीय और आत्मिक बातों के विषय में है। അപ്പൊ ക്രിസ്തുവിന്റെ ധനത്തിൽ നമ്മൾ സമരരാകുമ്പോൾ അവിടെ ഭയമില്ല, അവിടെ ഭീതിയില്ല, അവിടെ നിരാശയില്ല, അവിടെ ദുഃഖമില്ല. ഇതൊക്കെയും ഭൂമിയോട് ബന്ധപ്പെട്ട അനുഗ്രഹത്തിൽ അല്ലെങ്കിൽ ധനത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ് ഇതെല്ലാം. तो मसीह का विषय, धन में जो धनी होते रहेगा उनको डर नहीं रहता है, वो खौफ नहीं रहता है, वो लोग घबराते नहीं, निराश नहीं होता। लेकिन ये सब बातें किसमें आता है? जो संसार के धन के विषय में है। संसार के धन के विषय में मन लगाने वालों को डर रहता है, खौफ आता है, एक डर से वो लोग जीते हैं। അപ്പം ഒരു വിശ്വാസ സംബന്ധത്തോളം അവന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലെങ്കിലും അവൻ നാളെയെ കുറിച്ച് ഭീതിപ്പെടുന്നില്ല. കാരണം ദൈവത്തിൻ്റെതായിരിക്കുന്ന ആ നിർഭയത്വമാണ് അവന്റെ ഹൃദയത്തിൽ സമ്പത്തായിട്ട് കിട്ടിയിരിക്കുന്നത്. तो एक विश्वासी बोलते समय में, इस दुनिया में जीते समय में उसके हाथ में शायद कुछ भी पैसा नहीं रहेगा, एकदम दरिद्र अवस्था में रहेगा, लेकिन फिर भी वो कल के बारे में नहीं सोचता, क्योंकि वो मसीह में वो सुरक्षित है, मसीह में वो विश्राम कर रहा है। കാരണം ക്രിസ്തു ദയയുള്ളവനാണ്. क्योंकि मसीह जो है दयावान है। ക്രിസ്തുവിന്റെ ആ ഹൃദയത്തിൽ ആ വിശ്വാസിയെ ക്രിസ്തു വഹിച്ചിരിക്കുകയാണ്. क्योंकि मसीह ने अपने मन में, अपने दिल में वो विश्वासी को संभाले रखा है। ക്രിസ്തു ആ കണ്ണിന്റെ കൃഷ്ണനെ പോലെ അവനെ പരിപാലിക്കുകയാണ്. क्योंकि प्रभु हमें अपने आंख के पुतली के समान हमें संभाले रखा है। അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള അവന്റെ പരിജ്ഞാനത്തിൽ അവൻ ധനികനായി തീർന്നു. अभी ये विश्वासी मसीह के ज्ञान के विषय में, पहचान के विषय में वो विश्वासी धनी हो चुका है अभी। അപ്പൊ അവന് ഭയപ്പെടേണ്ട കാര്യമില്ല. इसके वजह से अभी उसको डरने का जरूरत नहीं है। നമ്മള് ഒന്ന് യോഹന്നാൻ അതിന്റെ 4-ാം അധ്യായത്തിൽ ദൈവം സ്നേഹമാണെന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് ഭരിച്ചു കഴിയുമ്പോൾ ദൈവം തന്റെ പുത്രനെ പ്രായശ്ചിത്തമാക്കിയതും ക്രൂശിൽ കഷ്ടപ്പെടുന്നതൊക്കെയും ദൈവം എന്നെ സ്നേഹിക്കുന്നതിന്റെ തെളിവായിട്ട്, പ്രൂഫായിട്ട്, ആധാരമായിട്ട് ദൈവം എടുത്ത് കാണിച്ചു തരികയാണ്. हम लोग पहला यूहन्ना का पुस्तक 4 अध्याय में पढ़ते समय में वहां पर प्रभु हमें परमेश्वर साबित करके देता है किस तरह वो अपने पुत्र के द्वारा हमारे मनुष्य के विषय में हमारे लिए उन्होंने प्रेम प्रकट किया है करके हम वहां पर हम पढ़ते हैं। അവിടെ നമ്മൾ വായിക്കുന്നു, അതിന്റെ 4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ 4:15 में हम पढ़ते हैं। ഇവിടെ മുഴുവനും അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ ദൈവം എങ്ങനെയാണ് ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണ്. वाक्य 7 से जब पढ़ते समय में हम वहां पर देख सकते हैं कि किस तरह परमेश्वर हमसे प्रेम किया है करके, और वो प्रेम प्रकट कैसा हुआ हम पढ़ सकते हैं। എന്നിട്ട് അതിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ടോ? और फिर 16 वाक्य में देखो क्या लिखा है। ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. വിശ്വസിച്ചറിയല്ല, അറിയുന്തോറും വിശ്വാസം വർദ്ധിക്കുകയാണ്. वाक्य 16 पढ़ेंगे। परमेश्वर हमसे रखता है उसको हम जान गए और हमें उसका विश्वास है। देखो उधर बस वो शब्द, उधर वो वाक्य देखो, शब्द कैसा लिखा है, इस तरह परमेश्वर हमसे प्रेम करता है करके ये बात हम जान गए हैं और फिर हम विश्वास करते हैं। मतलब ये बात जो हम जाना हुआ बात को है, हम जो विश्वास कर रहे हैं। എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് അറിവ് തരുന്നതിനനുസരിച്ചാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. यानी कि क्या, मेरे अंदर ये विश्वास का मात्रा कैसा बढ़ रहा है, मतलब जितना बातें मैं जान रहा हूँ, यानी कि पवित्र आत्मा जैसे मुझे प्रभु के बारे में मुझे और भी ज्ञान मुझे देते रहता है, उस प्रेम के बारे में, उस रीति से मेरे अंदर उस विश्वास की बातों में मैं बढ़ते जा रहा हूँ। അപ്പൊ ഞാൻ ആ ദൈവം എന്നെ സ്നേഹിച്ചത് അല്പമേ ഒരു അറിവുള്ളെങ്കിൽ പോലും ആ അറിവ് വെച്ച് ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്ക് വരണം. അതാണ് ദൈവത്തിന്റെ സ്നേഹത്തെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ പകർന്നപ്പോൾ അതിന് നന്ദി പറയുകയും അതിന് ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്ത് ഞാൻ ദൈവവുമായിട്ടൊരു കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ എനിക്ക് പിന്നെയും ആ അറിവ് വർദ്ധിക്കുകയും ആ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നു. तो अभी इसके लिए क्या करना है, एक विश्वासी के जीवन में भले ही छोटा सा माप में क्यों ना हो, उसको जानकारी मिल गया हो, भले छोटा माप में वो जान लिया, वो तुरंत क्या करना है, परमेश्वर की उपस्थिति में संगति के लिए आना है। जो विश्वासी परमेश्वर की उपस्थिति में उस प्रेम का बात को जानकर संगति के लिए आता है, तुरंत उसके अंदर आनंद बढ़ता है और उसके अंदर प्रेम का मात्रा और बढ़ता है, विश्वास का मात्रा और बढ़ता है और वो और आनंदित रहता है। അപ്പം ദൈവത്തെ കുറിച്ചുള്ള അറിവ്, പരിജ്ഞാനം വർദ്ധിക്കുന്നതിനനുസരിച്ചാണ്
നമ്മൾ വിശ്വാസവും വർദ്ധിക്കുന്നത്. इसके वजह वो जितना वो परमेश्वर के बारे में वो बात को जानता है, उतना उसके हिसाब से वो विश्वास में वो बढ़ता है. നമുക്ക് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ पहला कोरिन्थी 2 अध्याय അതിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 2:12 में हम पढ़ते हैं, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല. परंतु हमने संसार की आत्मा नहीं. അതാണ് നമ്മള് ഉൽപ്പത്തിയിൽ നമ്മള് വായിച്ചത്. ഏദൻ തോട്ടത്തിൽ ഒരു ഗുഡ് ന്യൂസ് പറഞ്ഞു, ആ ലോകത്തിന്റെ ആത്മാവ് ലോകത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന ആ ഒരു നിലയിലേക്ക് വിശ്വാസം ടേൺ ചെയ്തു പോകുന്ന ആത്മാവിനെ അല്ല. പിന്നെയോ बल्कि ദൈവം നമുക്ക് സ്വർഗത്തിൽ ക്രിസ്തുവിൽ സൗജന്യമായി തന്നത് അറിയുവാനായി. हमें तो उत्पत्ति का पुस्तक में वहां पर शैतान ने आकर जो सुसमाचार सुनाया, वो क्या था, संसार में तुमको क्या मिलेगा करके, संसार में किस रीति के बातें मिलेगा, वो संसार का आत्मा नहीं है जो तुमको मिलने वाला है. हमने पहला कोरिन्थी 2:12 में बोला, वो आत्मा नहीं जो संसार में क्या क्या लाभ, वो आत्मा नहीं, बल्कि परमेश्वर ने हमको क्या क्या दिया है, वो सब बातें मुफ्त में जानने के लिए हमें परमेश्वर का आत्मा मिला है. അപ്പൊ നമുക്ക് ദൈവം എന്നെ സ്നേഹിച്ചു എന്നുള്ള ചെറിയ കാര്യമല്ല. तो परमेश्वर मुझसे प्रेम किया है करके ये कोई छोटी बात नहीं है. എന്നാൽ അല്പമായി കിട്ടിയ ആ വെളിച്ചം, लेकिन ये इसका छोटा सा प्रकटीकरण भी मिल गया तो ആ വെളിച്ചത്തിനനുസരിച്ച് നമുക്ക് വിശ്വാസമുണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നു. അതാണ് ഫെയ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. वो प्रकटीकरण का अगर छोटा सा प्रकाश भी अगर मेरे अंदर रहेगा, वो काफी है, वो मेरे अंदर विश्वास का कारण बनता है, वो काफी है, वो मुझे एक विश्वासी बनाता है, वो एक विश्वास मेरे अंदर बन गया अभी. അപ്പൊ ആ വിശ്വാസത്തിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തോട് നന്ദി പ്രകടനം ചെയ്യണം. ദൈവമെന്ന് ഓർക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ വേർത ഹൃദയങ്ങളിൽ നിരൂപണരായി തീർന്നു. അവർക്ക് എന്ന് പറയുമ്പോൾ ജാതിയുടെ പാപത്തെ കുറിച്ച് പറയുക. എന്നാൽ ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ടും നന്ദി കാണിക്കുകയും അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് പിന്നെയും ദൈവത്തെ അവൻ അറിയാൻ കൃപ തരുന്നു. तो इसके इसलिए ऐसा व्यक्ति क्या करना चाहिए, परमेश्वर ने ऐसा ये कार्य उसको छोटा सा प्रकटीकरण मिला है बोलकर, वो प्रेम के बारे में मिला है बोलकर तुरंत वो परमेश्वर को धन्यवाद देना चाहिए. परमेश्वर को, क्योंकि परमेश्वर ने इतना बात उनको प्रकट करके दिया बोलकर धन्यवाद करना चाहिए. हम देखते हैं रोमियो का पुस्तक में हम देखते हैं अन्य जाति का सबसे बड़ा पाप क्या था. ये लोगों का पाप यह है कि वो लोग परमेश्वर कौन है जानकर भी परमेश्वर को पूर्ण रीति से वो लोग धन्यवाद नहीं दिया, बल्कि अपने हृदय में कठोर होकर परमेश्वर के खिलाफ मूर्ति बनाकर परमेश्वर के खिलाफ बगावत करने लगे. सच्चा विश्वासी वो है, उनको प्रभु के बारे में छोटा सा प्रकटीकरण मिला तो पूरा रीति से प्रभु को वो हर समय धन्यवाद देते रहेगा. അപ്പൊ റോമലേഖനം 5:5 നമ്മൾ വായിച്ചത് എന്താണ്? रोमियो का 5:5 में हम क्या पढ़ते हैं? ദൈവത്തിന്റെ സ്നേഹം, परमेश्वर का प्रेम, അല്ലെങ്കിൽ ദൈവ സ്നേഹമാണെന്ന് बल्कि यानी कि परमेश्वर प्रेम है करके നമ്മുടെ ഹൃദയത്തിൽ അറിയിക്കാൻ പരിശുദ്ധാത്മാവിന് ഹൃദയത്തിൽ തന്നു. हमारे हृदय में बात जानने के लिए हमारे हृदय में पवित्र आत्मा को उंडेला है. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ എത്തുമ്പോൾ, लेकिन जब पवित्र आत्मा हमारे अंदर आता है, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ പ്രേരിപ്പിക്കും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ. ये पवित्र आत्मा हमारे हृदय में बसकर वो हमें प्रेरणा देता है, हमें उत्तेजना देता है कि तुम अभी से परमेश्वर को अब्बा पिता करके पुकारो. കാരണം അതാണ് സ്നേഹം. क्योंकि वो है सच्चा प्रेम. നമ്മള് ഇവിടെ ഇതേ കാര്യം തന്നെ ഗലാത്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം വായിക്കുകയാണ്. अब लोग यही बात गलतियों का पुस्तक अध्याय 4 में हम पढ़ते हैं. അവിടെ അതിന്റെ ദൈവം എന്തിനാണ് കാലസമ്പൂർണ്ണത വന്നപ്പോൾ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്? परमेश्वर ने क्यों अपना पुत्र को समय का पूर्तिकरण में होते समय में अपना पुत्र को भेजा? അതിന്റെ 5-ാം വാക്യം, वाक्य 5 में, റോമലേഖനം 5:5 ഗലാത്യ ലേഖനം 4:5 നമ്മൾ ചേർത്ത് വായിക്കണം. അവിടെ വായിക്കുകയാണ്, അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നോക്കുക, നമ്മൾ ചെറിയ ആൾക്കാരാണോ? तो वो रोमियो का 5:5 पढ़ने के बाद तुरंत हम लोग गलतियों 4:5 हमें वहां पर पढ़ना है. और वो क्या कहता है कि हम जो व्यवस्था के अधीन में थे, हमें उधर से छुड़ाकर हमें मूल दाम देकर खरीद कर हमें लेपालक होने के लिए पद भी दिया. मतलब अभी लेपालक होना यानी परमेश्वर का पुत्र होना, ये कोई छोटा पदवी है क्या? ദൈവത്തിന്റെ മകനാണ് ഞാനെന്നുള്ള വലിയ പദവിയിലേക്ക് ദൈവം എന്നെ ഉയർത്തി. मैं परमेश्वर का बेटा, मुझे परमेश्वर का बेटा बनाने के लिए उस पुत्र का पद में मुझे लेकर आया. അപ്പം അതിനു വേണ്ടിയിട്ടാണ് യേശു താണിറങ്ങി വന്നത്. जिसकी वजह से यीशु अपने आप को दीन अवस्था में नीचे होकर आया. അപ്പം എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ മക്കളാവുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചു. റോമലേഖനം 5:5 എന്താ വായിച്ചത്? ദൈവത്തിന്റെ സ്നേഹം
നമ്മുടെ ഹൃദയത്തിൽ പകർന്ന പരിശുദ്ധാത്മാവ്. ഇവിടെ പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ അയച്ചത് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനാണ്. और तुम जो पुत्रों हो, इसलिए परमेश्वर ने तुम्हें अपना पुत्र का आत्मा को, जो हे अब्बा और ये पिता करके पुकारता है, तुम्हारे हृदय में भेजा है। हमने रोमियो 5:5 में क्या पढ़ा है, उन्होंने अपना हमारा उसका प्रेम को हमारा दिल में डाला गया है करके। और यहाँ पर हम पढ़ते हैं कि हमें अब्बा पिता करके पुकारने के लिए आत्मा को हमारे दिल में भेजा है। പക്ഷെങ്കിൽ നമ്മളിപ്പോൾ സഭയിലെ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ വിളിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. लेकिन ये यहाँ पर ऐसा नहीं है कि देखो हम लोग कलीसिया में इकट्ठा होते समय में चलो अब्बा पिता करके पुकारो करके, ऐसा बात नहीं मैं बोल रहा हूँ कि हम लोग जो रिवाज के तौर पर करते हैं। ദൈവസ്നേഹം ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ നീ ഈ ദൈവം നിന്റെ പിതാവാണെന്ന് ബോധ്യം തരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഞാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിലുള്ള ബന്ധം. आमीन। यानी कि जब मैं परमेश्वर का प्रेम को जब मैं याद करते समय में प्रभु ने अपना पुत्र के द्वारा मेरे लिए क्या क्या किया, जब ये सब बातें मैं याद करते समय में, तब पवित्र आत्मा मेरे अंदर कार्य करके मुझे परमेश्वर को अब्बा पिता करके बुलाने का जो प्रेरणा मेरे अंदर देता है, वो मैं बता रहा हूँ। അതെപ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്നത്? वो कब हमें होता है? നമുക്ക് വിശ്വാസത്തിന്റെ ഈ പരിജ്ഞാനം വർദ്ധിച്ചു വരുന്ന ആഴമായ റിലേഷൻഷിപ്പിൽ വരുമ്പോഴേ അകത്തുനിന്നും ഈ വിളി പരിശുദ്ധാത്മാവ് തരുത്തുള്ളൂ. जब विश्वास का पहचान हमारे अंदर बढ़ते रहते समय में, मसीह के बारे में का पहचान का उत्तमता जब हमारे अंदर बढ़ते रहते उसका गहराई में पहुंचते समय में है, तब ये आवाज अब्बा पिता करके पुकारने का अवस्था हमारे अंदर आता है। അവൻ വിശ്വാസത്തിൽ വളരാത്ത കാലത്തോളം, लेकिन यदि अगर वो विश्वास में बढ़ेगा नहीं तो, 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഗലാത്യർ 4:1 വായിക്കുകയാണ്. गलातियर 4:1 में हम पढ़ते हैं, അവൻ ശിശുവാണ്. तो अगर जब तक वो विश्वास में बढ़ेगा नहीं तो क्या है, वो तब वो एक बालक है। അവന് ആ വിശ്വാസത്തിന്റെ തികവിലെത്തിയില്ല. वो विश्वास की पूर्णता में अभी तक पहुंचा नहीं। ഇപ്പോഴും അവൻ ദൈവമേ ദൈവമേ എന്നാ വിളിക്കുന്നത്. वो अभी भी परमेश्वर को हे परमेश्वर करके पुकार रहा है, അവൻ ശിശുവാണ്. क्योंकि वो अभी भी बच्चा है, बालक है। പക്ഷെങ്കിൽ അവന് വിശ്വാസത്തിൽ വളരുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം കിട്ടുമ്പോൾ, लेकिन जब पवित्र आत्मा का ज्ञान उसको मिल जाने के बाद, അതായത് അവനെ അറിഞ്ഞും ദൈവം തന്റെ പുത്രനെ, നമ്മൾ നേരത്തെ വായിച്ചത്, ദൈവം തന്റെ പുത്രനെ തന്നത് നാം അറിഞ്ഞും ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മളെ കർത്താവിനെ, നമ്മൾ ഈ പിതാവിന്റെ അടുക്കൽ കൂട്ടായ്മയ്ക്ക് വരികയാണ്. हम लोग पहला यूहन्ना 4 में जैसा हमने पढ़ा कि एक बात अवस्था में उनको हम जानकर और उसका जानने के अवस्था से हम उसको विश्वास करते हैं, जिसके वजह से क्या होता है, मसीह में हम लोग बढ़ोतरी पाते हैं। അതേ ഒരു അപ്പൻ മകൻ ബന്ധം നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുക്കുമ്പോഴാണ് നാം വിശ്വാസത്തിൽ തികഞ്ഞവരായി ആത്മാർത്ഥതയും വിശ്വസ്തതയും എല്ലാം നമുക്കുണ്ടാകുന്നത്. यानी कि एक सच्चा बाप बेटे का जब रिश्ता एक विश्वासी और परमेश्वर के बीच में बढ़ते समय में, तब वो एक सच्चा आधार पर वो बढ़ोतरी होता है। അപ്പൊ നമ്മള് റോമലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുകയാണ്, ഈ പുത്രത്വത്തിന്റെ ആത്മാവ് ലഭിച്ചവര്, रोमियो 8 में हम पढ़ते समय में, जिनको ये लेपालक का आत्मा जिनको मिला है, അവർ ഈ ലോകത്തിൽ തുടർന്നു പോകുന്നതിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ അനേക കാര്യങ്ങൾ സന്തോഷിക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ല. കാര്യം അവരുടെ രാജ്യം ഇവിടെയല്ല, അവരുടെ പിതാവ് ഇവിടെ ഇല്ല, അവർക്ക് ഇവിടെ സ്വത്തില്ല. അവരുടെ ഉള്ളിൽ ഗ്രോണിംഗ് ആണ്. കാരണം ഈ പുത്രത്തിന്റെ ആത്മാവ് ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഉള്ളിൽ ജരകുന്നു. तो ऐसे जिनको ये लेपाला का आत्मा जिनको मिला है, वो इस दुनिया में जीते समय में उन लोगों को ये संसार का विषय में कोई भी खुशी नहीं है, बल्कि उन लोग कैसे भी करके ये संसार को छोड़कर प्रभु के पास पहुंच जाए करके इस बात का उनके अंदर कहराता हुआ अवस्था में रहता है। कैसे भी उन लोग ये जगह छोड़े और प्रभु के पास पहुंच जाए। അവരുടെ വികാരങ്ങളെല്ലാം, സന്തോഷം, അവരുടെ സമാധാനം, അവർക്ക് എന്തെല്ലാം തൃപ്തിയുണ്ടോ, ഇതെല്ലാം സ്വർഗത്തിലെ പിതാവിന്റെ വക പുത്ര മുഖാന്തരം അവർക്ക് ലഭിച്ചതാണ്. उनको जो भी खुशी है, जो भी आनंद है, जिस बात में वो लोग खुशी मनाते हैं, जीना है, ये सब बातें स्वर्ग में है जो प्रभु ने उनको कमा कर दिया है। അപ്പൊ നമുക്ക് ഇവിടെ ഈ ഭൂമിയിൽ നമ്മൾ വിശ്വാസത്തിൽ വർദ്ധിക്കുക, ധനികനായി തീരുക എന്ന് പറയുമ്പോൾ, ദൈവം തന്റെ പുത്രനെ തന്നു എങ്കിലും നമ്മൾ ദിനംതോറും ഈ പുത്രനെ തന്നതിന് നന്ദി പറയാനും ഈ അനുഭവപരമായ രീതിയിൽ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് വിശ്വാസത്തിൽ വർദ്ധിക്കാൻ കഴിയുന്നത്. അതിന് ആദ്യം നമുക്ക് ആ ജ്ഞാനം ഉണ്ടാകണം. तो मसीह में धनी होना मतलब क्या है, हमें एक बात समझना है। एक विश्वासी जब वो विश्वास में आते समय में उसको क्या करना है, प्रतिदिन उसको मसीह में उसको बढ़ोतरी पाना है।
बढ़ोतरी पाना है तो उसको क्या करना पड़ेगा, उसके अंदर विश्वास बढ़ना जरूरी है। विश्वास अगर उसको बढ़ना है तो सबसे पहला उसको मसीह का ज्ञान उसके अंदर आना जरूरी है, वो पहचान उसको मिलना जरूरी है। അവിടെ യാക്കോബ് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു സഹോദരനോട് ഈർഷ്യയോ പകയോ പിണക്കോ ഉണ്ടെങ്കിൽ അത് ഈ ഭൂമിയിലെ ജ്ഞാനമാണ്, ഈ ഭൂമിയിലെ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ആണ്. അവിടെ നമ്മള് യാക്കോബൻ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അതിന്റെ 3-ാം അധ്യായം. याकूब का पुस्तक में जब पढ़ते समय में यदि तुम्हारे बीच में डाह ईर्ष्या अगर भेदभाव है तो वो सब क्या है, वो सब ये दुनिया का भूमि का संसार का बातों का विचार है, ज्ञान है करके हम लोग 3:15-16 में हम पढ़ते हैं, 15-16 में। നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ചാഢ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഫോഷ്ക്ക് പറയുകയും വരുത്, അത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം. അപ്പം ഈ ഭൂമിയോട് ബന്ധപ്പെട്ടതാണ് പാപം, ഈ ജഡത്തിന്റെ പ്രവൃത്തികള് ഗലാത്യ ലേഖനത്തിൽ പറയുന്നതെല്ലാം ഈ ഭൂമിയോട് ബന്ധപ്പെട്ടതാണ്. हाँ, तो अगर देखो यदि तुम्हारे बीच में तुम्हारे मन में कोई भी कड़वा डाग और विरोध की बातें हैं, ये सब कहाँ से विरोध की बातें, ये सब भूमि से उत्पन्न होने वाला बातें, स्वर्ग की बातें नहीं है। तो यानी कि क्या, अब जो शरीर, ये सब जो क्या है हमारे शारीरिक कार्य है, जो हम लोग गलतियों का पुस्तक में भी पढ़ते हैं, ये सब संसार की बातें, भूमि की बातें है। എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുകയാണ്, ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, और ये सब बातें हमारे मन में है तो അത് എന്താണ് അതിന്റെ ഭീകരത കണ്ടോ? അതിന്റെ 15-ാം വാക്യം, उसका अवस्था क्या होगा 15 वाक्य में, അത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ये ज्ञान तो सबसे पहले ऊपर से नहीं आता, ഭൗമികമാണ്, बल्कि संसारिक है, അത് പ്രാകൃതമാണ്, शारीरिक है അത് പൈശാചികമാണ്, और शैतानी है। നോക്കുക, നമുക്ക് എന്തെങ്കിലും ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ കിട്ടുമ്പോൾ മറ്റുള്ളവരോട് നമുക്ക് അസൂയയും, നമ്മുടെ വീട്ടിലേക്ക് ഇനി അങ്ങനെയുള്ളവർ വരാൻ പാടില്ല, നമ്മൾ വലിപ്പഭാവം കാണിക്കും, നമ്മൾ ഉന്നതരായി, ഞങ്ങൾ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയോണ്ട് ഇപ്പോൾ ഞങ്ങൾ ഉയർന്നു, അങ്ങനെ ദരിദ്രരോട് ഒരു അകൽച്ച കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ എന്തോ ആയി തീർന്ന് എന്ന് പറയുന്ന നിഗളത്തിന്റെ ആത്മാവ് അവർ വഞ്ചിക്കപ്പെടുകയാണ്, അവർ സമ്പന്നരാകുകയല്ല. तो जरा सोचो ना, एक बार ये परिवार लोग पहला साधारण रीति में थे, लेकिन अभी वो लोग गवाही देते, देखो हम लोग ने प्रभु का सेवा किया, अभी हम लोग धनवान हो गए, हमारे पास बहुत पैसा हो गया, अभी हमारा बड़ा घर है, इसलिए हमारा घर में अभी गरीब विश्वासी लोग नहीं आने का, सिर्फ अमीर लोग आने का बोलकर इस तरह का वो लोग ईर्ष्या स्वभाव रखकर, घमंडी स्वभाव रखकर वो लोग विश्वासी जीते हैं। तो वो लोग क्या कर रहे हैं वास्तव में, वो लोग धनवान नहीं बन रहे, बल्कि परमेश्वर की नजर में वो गिर गए, वो लोग वो एक श्राप का अवस्थे में वो लोग चले गए हो। എന്നാൽ യേശുക്രിസ്തുവിലുള്ള ദയ, കരുണ, അവനിലുള്ള ആ സ്നേഹം, അതൊക്കെ അവന്റെ ആർദ്രത, അങ്ങനെ യേശുക്രിസ്തുവിന്റെ പേഴ്സണലിലുള്ളത് എന്നിലേക്ക് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഞാൻ ക്രിസ്തുവിനെയും കൊണ്ട് ധനികനാകുകയാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സമാധാനം, ക്രിസ്തുവിന്റെ സന്തോഷം, ക്രിസ്തുവിന്റെ ഇന്ദ്രജയം, ഇതെല്ലാം എന്റെ ഹൃദയത്തിൽ വന്നിട്ട് ഞാൻ ക്രിസ്തുവിനെയും കൊണ്ട് ധനികനാകുകയാണ്. लेकिन प्रेम, दया, अनुग्रह, परोपकार, ये सब बातें क्या, ये मसीह का स्वभाव है, मसीह का गुण है। ये सब बातों में जब मैं बढ़ते रहते समय में मैं मसीह का खूबियों से मैं बढ़ते जा रहा हूँ, मसीह का गुणों से मैं बढ़ते जा रहा हूँ, मैं मसीह से भरकर मैं स्वर्ग में धनवान होते जा रहा हूँ जब मसीह का गुण मेरे अंदर आता है। तो അതാണ് ക്രിസ്തുവിന്റെ സാക്ഷി എന്ന് ഉദ്ദേശിക്കുന്നത്. वही है मसीह का गवाह जो हमने 1 कोरिन्थियर 1:6 में हम पढ़ा। അപ്പൊ അതാണ് നമ്മൾ 1 കോരിന്ത്യർ അതിന്റെ അവിടെ വായിക്കുകയാണ്. 1 കോരിന്ത്യരിൽ അവിടെ അതിന്റെ 2-ാം വാക്യത്തിൽ കണ്ടോ, 1 കോരിന്ത്യർ 1:2 വായിക്കുകയാണ്, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. 1 कोरिन्थी 1:2 में हम पढ़ते समय में प्रभु यीशु मसीह के नाम में पवित्र करते हैं, ഇത് ക്രിസ്തുവിൽ पवित्र किए गए। അതെന്താണ്? സ്ഥാനീയമായ അനുഭവപരമായ വിശുദ്ധീകരണം അല്ല. ये कोई अभी ये देखो, जो अर्थात जो मसीह के नाम में जो तुम लोग पवित्र किए गए बोलते समय में, ये अभी स्थानीय रूप में अनुभव होने वाला बात उस बात का नहीं है। ये അവർ അനുഭവമാകാനുള്ള മെറ്റീരിയൽ ആണ് അവിടെ കൊടുത്തത്, बल्कि ये अनुभव वो लोग कर सके उसका साधन उनका वो बातें उनको दिया गया है। അവര് സമ്പന്നരാകാനുള്ളതെല്ലാം അവിടെ പറഞ്ഞു കൊടുത്തു. यानी कि उन लोग को धनवान होने के लिए सब बातें उनको दे दिया है। പക്ഷെ അവരത് അനുഭവപരമായിട്ട് കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ഓരോ ദിവസവും ഇതിന്റെ അറിവ് ലഭിച്ചിട്ട് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞ്, അതേ ദൈവമേ ഇങ്ങനെയാണല്ലോ എന്നോട് കരുണ തോന്നി എന്നൊരു കൂട്ടായ്മയിലേക്ക് അവരെ ദൈവമായുള്ള ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. ആ നിലയിൽ കൂട്ടായ്മ പുലർത്തുമ്പോൾ കൂടുതൽ ദൈവത്തേക്കുള്ള പരിജ്ഞാനം പരിശുദ്ധാത്മാവ് തരികയും നമ്മൾ വിശ്വാസത്തിൽ സമരരായി തീരുകയും ചെയ്യും.
तो ऐसा ऐसा अभी देखो कुरिन्थ कलीसिया अभी क्या करना चाहिए? इतना बड़ा ज्ञान उनको मिला, इतना बड़ा वचन का सत्य मिला, ये लोग क्या कर, उन लोगों को सारा ज्ञान और पात्र उनको मिल चुका है, इसलिए अभी क्या करना चाहिए? तुरंत जाकर हमें वो लोग बोलना चाहिए, देखो हमें जो संगति मिला है, परमेश्वर के साथ का जो संगति है, पुत्र में जो हमें संगति है, वो पिता परमेश्वर ने हमको दिया है, जो प्रभु यीशु मसीह के साथ का संगति है, बोलकर वो लोग धन्यवाद देकर, वो उस धन्यवाद में हमें आनंदित होकर, ये सभी विश्वासी लोग करना वाला चाहिए, करने वाला एक बात है, जब भी हमको प्रभु का वचन का ज्ञान मिलता है। तो അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന പരിജ്ഞാനം അനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും കർത്താവിന്റെ അടുക്കൽ ഇരുന്ന് ആ കൂട്ടായ്മ, ദൈവം എന്നെ സ്നേഹിച്ചത് ഓർക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം വികസിക്കുകയും ക്രിസ്തുവിന്റെ ക്യാരക്ടർ നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് നമ്മളിലൂടെ അത് വെളിപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ സമരരാകുന്നത്. तो हम लोग प्रतिदिन हमने जो सुना हुआ वचन या वचन का कार्य या जो भी गुण और प्रकाश है जो हमें वचन के द्वारा मिलता है, उसको हम लोग तुरंत जब प्रभु की उपस्थिति में लेकर जाकर संगति में हम लोग रखकर प्रभु को धन्यवाद देकर जब समर्पण करते हैं, तब क्या होता है, वो स्वभाव हमारे अंदर प्रवेश करता है और हमारे अंदर से बात प्रकट होता है, तब वो बातें पूर्णता में पहुंचता है। അപ്പോൾ അതിന് വിരുദ്ധമായ ഒരു സുവിശേഷമാണ് കൊരിന്ത്യരിലെ 2 കൊരിന്ത്യർ 11 അധ്യായത്തിൽ നമ്മൾ കണ്ടത്. लेकिन इसके खिलाफ का बातों का एक सुसमाचार था, एक अन्य यीशु, दूसरा यीशु का सुसमाचार था, जो हमने दूसरा कोरिन्थ 11:3 में कोरिन्थ कलीसिया को मिला। അപ്പൊ നമ്മള് വായിക്കുകയാണ്, തന്റെ പുത്രനും, 1 കൊരിന്ത്യർ 1:9 വായിച്ച് അവസാനിപ്പിക്കാം. തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ. हमारा परमेश्वर कितना सच्चा है, जिन्होंने हमें पुत्र यीशु मसीह का संगति में हमें बुलाया है, जो हम लोग 1 कोरिन्थ 1:9 में हम पढ़ते हैं। യേശുവിനോട് എപ്പോഴും ആത്മാവിൽ ഒരു ബന്ധം, അല്ലെങ്കിൽ അവനോട് സംസാരിച്ചുകൊണ്ട് കൂട്ടായ്മ പുലർത്തിക്കൊണ്ട് ഒരു ജീവിതം നയിക്കുമ്പോൾ നാം അവനെ കൂടുതൽ അറിയുകയും കൂടുതൽ വിശ്വാസത്തിൽ സമരരായി തീരുകയും ചെയ്യും. जब हम लोग मसीह के साथ का संगति में हम लोग बढ़ते रहते समय में क्या होता है, तभी हम लोग प्रभु को और अधिक जानने को मिलता है। जितना अधिक हम जानते हैं, उतना अधिक हम लोग विश्वास में बढ़ते रहेंगे। പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിലുള്ള കൂട്ടായ്മയിലൂടെ നമ്മൾ ധനികരായി തീരാനാണ്. इसलिए परमेश्वर ने हमें जो बुलाया है, मसीह के द्वारा का संगति के द्वारा धनी होने के लिए है। അവിടെ നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ വായിച്ചതുപോലെ അവനെ അറിയുകയും അങ്ങനെ ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമരരായി തീരുകയും ചെയ്യും, അല്ലെങ്കിൽ വിശ്വാസത്തിൽ സമരരാകും. इसलिए हमने जो 1 यूहन्ना में हमने जो पढ़ा, उनको हम उसको जानेंगे और उसका जानने के अनुसार विश्वास में हम धनी हो जाएंगे। അങ്ങനെ അവനെ അറിയുന്നത് ഹോളി സ്പിരിറ്റിന്റെ സഹായത്തോടു കൂടിയാണ്. और अब हम कैसा प्रभु को जानते हैं? पवित्र आत्मा के मदद के द्वारा। അത് വചനം വായിച്ച് ധ്യാനിക്കുമ്പോഴാണ് ഈ കൂട്ടായ്മ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. और वो जब वचन पढ़कर जब हम मनन करते समय में, तभी है पवित्र आत्मा का संगति का अनुभव हमें मिलता है। അപ്പൊ നമ്മളെ രക്ഷിക്കാനും ദൈവമക്കളാക്കി തീർക്കാനും നമ്മളെ സ്വർഗത്തിൽ അനുഗ്രഹിക്കാനും സ്വർഗത്തിലെ സകല സമ്പത്ത് തരാനൊക്കെയും ആ പിതൃഹൃദയത്തിൽ ലോകസ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്ന ഒളിഞ്ഞു കിടന്ന മർമ്മം നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് അറിയുമ്പോൾ എത്രയോ വിശ്വാസത്തിൽ നമ്മൾ ഉറക്കുകയും ധൈര്യപ്പെടുകയും യേശുവിന്റെ സാക്ഷ്യം സത്യമെന്ന് ഓരോ നിമിഷവും ലോകത്തിൽ വെളിപ്പെടുത്താൻ ആത്മാവ് നമുക്ക് തരുന്ന ആ ശക്തിക്കായി പ്രാർത്ഥിക്കായി സ്തോത്രം. तो हम लोग प्रभु को धन्यवाद देना चाहिए, क्योंकि वो हमसे कितना प्रेम करता है। उन्होंने हमें उद्धार देकर हमारा नाम स्वर्ग में लिखकर, हमें संसार के निर्माण के पहले ही हमें बचाकर, हमें मसीह में हमें चुनकर और हमें उद्धार देकर आशीषित कर स्वर्ग का सारा आत्मिक आशीष से हमें अनुग्रह करके आशीषित करके रखा हुआ अवस्था में रखा है। ये बात को देखकर हम प्रभु को धन्यवाद करें। എല്ലാ അനുഗ്രഹവും ക്രിസ്തുവിലാണ്. सारा आशीष मसीह में है। നാം നമ്മളെ തന്നെ അറിയേണ്ടത് ക്രിസ്തുവിലൂടെയാണ്. अगर हमें अपने आप को जानना है, तो हमें मसीह में जानना है, मसीह के द्वारा जानना है। ക്രിസ്തുവിന്റെ കെയർ ഓഫിലാണ്, ക്രിസ്തുവിന്റെ ആ അധികാരത്തിന്റെയും കർത്തൃത്വത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നാം നമ്മളെ അറിയേണ്ടത്. ഞാനൊരു യജമാനന്റെ ദാസനാണ്, അടിമയാണ്, ഞാൻ അവൻ എന്നെ വിലയ്ക്ക് വാങ്ങി, ഞാൻ ഇനി എനിക്കുള്ളവനല്ല. ഈ അറിവ് എത്രയോ വിശ്വാസത്തിൽ നമ്മളെ സമരനാക്കുന്നു. हम जब अपने आप को देखते समय में हम देख रहे हैं कि हम केवल एक गुलाम है और मेरा मालिक प्रभु है, और जो मेरा अवस्था प्रभु मुझे मेरे बारे में क्या दिखाता है, बस उतना ही मैं जानू बोलकर उस अवस्था में हमें पहुंचना है। പ്രൈസ് ദി ലോർഡ്. प्रेज द लॉर्ड। കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം. प्रभु ने हमको दिया हुआ सभी आशीषों के लिए धन्यवाद। നമുക്ക് വിശ്വാസത്തിൽ സമരരാകാം. आओ हम लोग विश्वास में हम लोग धनी हो जाए। ആമേൻ. प्रेज द लॉर्ड।